കാണും കണ്ണിനാലെ കേൾക്കും കാതിനാലെ ഓർക്കാം നിന്നെ എന്നും നാഥാ. ഈ ആനന്ദമെന്നെന്നും നൽകണമേ. കാണും കണ്ണിനാലെ കേൾക്കും കാതിനാലെ ഓർക്കാം നിന്നെ എന്നും നാഥാ. ഈ ആനന്ദമെന്നെന്നും നൽകണമേ. പാടും നാവിനാലെ ഉണരും ഹൃത്തിനാലെ വാഴ്ത്താം നിന്നെ എന്നും നാഥാ. നിൻ സൗഭാഗ്യ തീരത്ത് ചേർക്കണമേ. തിരുവരമൊരു പെരുതിരതിരയായി മനസ്സിൽ നിറയുന്നു. അനുഗ്രഹമൊരു തരുനിര നിരയായി മനസ്സിൽ വളരുന്നു. യേശുനാഥാ നീ വരുമോ? ആത്മസൗഖ്യം നൽകിടുമോ? എന്റെ ഉള്ളിൽ വന്നിടുമോ? സ്വർഗരാജ്യം തന്നിടുമോ? ജീവൻ നൽകും സ്നേഹം തൂവാൻ എന്നും വരികില്ലേ? കാണും കണ്ണിനാലെ കേൾക്കും കാതിനാലെ ഓർക്കാം നിന്നെ എന്നും നാഥാ. ആനന്ദമെന്നെന്നും നൽകണമേ. കൃപമധുനറുമൊഴിയലയലയായി മനസ്സിൽ ഉയരുന്നു. ചെറുചിരി നനുനന നിറസ്തുതിയായി മനസ്സിൽ വിടരുന്നു. പ്രാണനാഥ എന്നുള്ളിൽ സ്നേഹമന്ത്രം ചൊല്ലിടുവോ? ശാന്തിയേകും വചനത്താൽ ശാന്തമാക്കൂ ഹൃദയങ്ങൾ. പിന്നിൽ മിന്നും ദീപം കാണാൻ നാഥാ കരിയണമേ. കാണും കണ്ണിനാലെ കേൾക്കും കാതിനാലെ ഓർക്കാം നിന്നെ എന്നും നാഥാ. ഈ ആനന്ദമെന്നെന്നും നൽകണമേ. പാടും നാവിനാലെ ഉണരും ഹൃത്തിനാലെ വാഴ്ത്താം നിന്നെ എന്നും നാഥാ. നിൻ സൗഭാഗ്യ തീരത്ത് ചേർക്കണമേ. വഴിയരികിൽ പഥികനായി കാത്തു നിൽക്കും നാഥൻ. വഴിതെറ്റിയാൽ സ്നേഹമോടെ തേടിയെത്തും നാഥൻ. വഴിയരികിൽ പഥികനായി കാത്തു നിൽക്കും നാഥൻ. വഴിതെറ്റിയാൽ സ്നേഹമോടെ തേടിയെത്തും നാഥൻ. അകലെ നിന്നും കാണും നേരമോടിയെത്തും ചാരേ. സ്നേഹമോടെ ചേർത്തു നിർത്തിയും വയ്ക്കും നാഥൻ. അകലെ നിന്നും കാണും നേരം
സ്നേഹമോടെ ചേർത്തു നിർത്തിയുമ്മ വയ്ക്കും നാഥൻ. വഴിയരികിൽ പഥികനായി കാത്തു നിൽക്കും നാഥൻ. വഴിതെറ്റിയാൽ സ്നേഹമോടെ തേടിയെത്തും നാഥൻ. പാപങ്ങൾ ചെയ്തു ചെയ്തു ഭാരമേറുമ്പോൾ, രോഗത്താൽ നിൻ മനസ്സിൽ ക്ലേശമേറുമ്പോൾ, പാപങ്ങൾ ചെയ്തു ചെയ്തു ഭാരമേറുമ്പോൾ, രോഗത്താൽ നിൻ മനസ്സിൽ ക്ലേശമേറുമ്പോൾ, ഓർക്കുക നീ രക്ഷകനാം യേശു നിന്റെ കൂടെയുണ്ടെന്ന്. സ്നേഹമുള്ള ദൈവമെന്നും കൂടെയുണ്ടെന്ന്. വഴിയരികിൽ പഥികനായി കാത്തു നിൽക്കും നാഥൻ. വഴിതെറ്റിയാൽ സ്നേഹമോടെ തേടിയെത്തും നാഥൻ. അൾത്താരയിലേക്ക് അഗ്നിയിറങ്ങുകയായി, ആത്മാഭിഷേക വേളയിതാ വരവായി. അവർണ്ണനീയ ദാനം കൈക്കൊള്ളാം, അനുരഞ്ജിതരാകാം അജഗണമേ വരുവിൻ. അൾത്താരയിലേക്ക് അഗ്നിയിറങ്ങുകയായി, ആത്മാഭിഷേക വേളയിതാ വരവായി. അവർണ്ണനീയ ദാനം കൈക്കൊള്ളാം, അനുരഞ്ജിതരാകാം അജഗണമേ വരുവിൻ. ഓർമ്മയ്ക്കായി ചെയ്തിടാം അർപ്പിക്കാമീ കുർബാന. കാൽവരി മലയിലെ കുരിശിലെ ബലിയെ പുനരർപ്പിക്കും നിമിഷമിതാ. രക്ഷാകരമാം സമയമിതാ. പെസഹാരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യും. പരിപാവനമാം ബലിയിൽ പങ്കില ജീവിതമർപ്പിക്കാം. പെസഹാരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യും. പരിപാവനമാം ബലിയിൽ പങ്കില ജീവിതമർപ്പിക്കാം. സുഖവും ദുഃഖവും ഉള്ളും ഉള്ളതും, സുഖവും ദുഃഖവും ഉള്ളും ഉള്ളതും സാദരമേകിടാം, സ്തുതികൾ പാടിടാം. ക്രിസ്തുവിന്റെ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിന്റെയും മനസ്സിന്റെയും അന്ധകാരത്തെ മുഴുവൻ നീക്കിക്കളയട്ടെ.
അവകാശികളായി ആയതും അന്ന് നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നിങ്ങൾക്ക് വേണ്ടി വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറഞ്ഞു. ഇപ്പോൾ ഈശോയെ കൈക്കൊള്ളുന്നതിന് മുമ്പ് ഈ വിശ്വാസ സത്യങ്ങൾ നിങ്ങൾ തന്നെ ഏറ്റുപറയുവാൻ ആഗ്രഹിക്കുന്നുവോ? ഭൂമിയെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച അവിടുത്തെ ഏകപുത്രൻ ഈശോ മിശിഹായെ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും കത്തോലിക്ക തിരുസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ആയുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? മാമോദീസായിൽ നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ദൈവത്തോട് ചില വാഗ്ദാനങ്ങൾ ചെയ്തു. ആ വാഗ്ദാനങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് അംഗീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവത്തിന്റെ ശത്രുവും നമ്മെ വഞ്ചിക്കുന്നതുമായ പിശാചിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? പ്രിയ കുട്ടികളെ, ദൈവം നിങ്ങളുടെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാമോദീസായിൽ ചെയ്തതും ഇന്ന് അനുവർത്തിച്ചതുമായ ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ശരീരത്തെ മനോഹരമായ വസ്ത്രം എന്ന പോലെ നിങ്ങളുടെ ആത്മാവിനെ വരപ്രസാദപ്പെട്ട ദൈവം ഇതാ അനുഗ്രഹം ചെയ്യുന്നു. ആകെയാ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മലാഖമാരുടെ അപ്പം നിങ്ങൾ ഭക്ഷിക്കുകയും ഈശോ എന്നും നിങ്ങൾ ജീവിക്കുവാൻ നിങ്ങൾ അനുവദിക്കുകയും. ഈശോനാഥ, അങ്ങയെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഇവരെ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവരുടെ ജീവിതാരംഭത്തിൽ തന്നെ അങ്ങേ പകൽ ഇവരെ ഞങ്ങൾ കൊണ്ടു Tonight
അവിടെ
നീർച്ചാലുകൾ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സുഗതകര പ്രതിഷ്ഠാതങ്ങളുടെ ചെറുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾ ഇടയാകട്ടെ. സകല സൗഭാഗ്യമുള്ള നന്മകൾ നിറഞ്ഞ മുടിഞ്ഞുള്ളി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. ഇതുകൊണ്ട് അങ്ങ് എല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ ദൈവം. ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. പരിശുദ്ധനും സ്തുതിർക്കും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനും എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. രണ്ടാം അധ്യായം 1 മുതൽ 6 വരെയുള്ള പരിശുദ്ധാത്മാവിന്റെ ആഗമനം. പെന്തക്കോസ്ത് ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്രവം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാര്യത്താൽ മിടുക്കത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. പുതിയ ഉടമ്പടി. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഫലമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇത് പാടിടുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരാശയവൻ മനതായി ഒന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ തീർത്ത് മധുവായി ഞാനതൊടുക്കിയിടട്ടെ. അതുപോൽ സുതനും പരിശുദ്ധാത്മാവിൻ സ്തുതിയുയരട്ടെ. നിമുകൾ പേരുന്നും വ്യക്തിയുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയും? യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവരെങ്കിലും ഞാൻ അവനിൽ വസിക്കുന്നു. ജീവിക്കുന്നതായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനഹൂമിൽ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്. എൻ്റെ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ആദ്യ കുർബാനയും സൈനികരും ജീവിക്കുന്ന കുട്ടികളെ, അവരുടെ മാതാപിതാക്കളെ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. നമുക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ
നമ്മുടെ അവസ്ഥ വളരെ ശോചനീയമാക്കുമായിരുന്നു. നമ്മൾക്ക് ഭാഗ്യമുള്ളത് യേശുനാഥൻ പഠിപ്പിച്ച ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് അനുഗ്രഹം ലഭിച്ചവരാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഈ വിവരങ്ങളൊക്കെ മറ്റുള്ളവരോടും പറയണം എന്ന് പറയുന്നത്. അതാണ് സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ടാണ്. ഇന്ന് ഈ ദൈവഹിതം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഈശോ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. നിങ്ങൾ ഈശോയെ കണ്ടിട്ടുണ്ട് ഇല്ലേ? പുൽക്കൂട്ടിൽ കണ്ടിട്ടുണ്ടല്ലോ, കണ്ടിട്ടുണ്ട്. ഈശോയുടെ രൂപം കണ്ടിട്ടുണ്ട്, പടങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, സക്രാരിയില് ഈശോ ഉണ്ടെന്നും ജീവനോടെ അവിടെ സന്നിഹിതനാണെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇന്നത്തെ അവസ്ഥ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. സുവിശേഷ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്, ആത്മാവിനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒത്തിരി നേരം യേശുവിനെ നോക്കിയിരുന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സക്രാരിയിലേക്ക് നോക്കിയിരുന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈശോ എന്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ, എന്നിലേക്ക് എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ ഈശോയിലെ ലയിച്ചു ചേരുകയാണ്. ഒരു തുള്ളി വെള്ളം മഹാസമുദ്രത്തിൽ ലയിച്ചു ചേരുന്ന പോലെ ഞാൻ ഈശോയിൽ ലയിച്ചു ചേരുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്നവർ എല്ലാം തന്നെ ആത്മാൻ സ്വീകരിച്ചവരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ആത്മാൻ നിങ്ങളിൽ ഇന്ന് ഉള്ളതായ നന്മകള്, അതിന്റെ തോത് അന്ന് നിങ്ങൾ മനസ്സിലാക്കിയ രീതിയിൽ ദൈവികം അനുസരിച്ച് നിങ്ങൾ എപ്രകാരം ജീവിക്കുന്നുവോ അതിന്റെ അളവിലാണ് ഇന്ന് നിങ്ങളിലുള്ളതായ നന്മ. തീർച്ചയായിട്ടും നിങ്ങളിലൊരു നന്മയുണ്ട്. കർത്താവിന്റെ വരകൾക്കായി കാത്തിരിക്കുന്ന ഈ ദാസർക്ക് വേണ്ടി കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. വരും സത്യവും ജീവനുമാണ് നിഷ്ക നിന്റെ പൂർണ്ണത്താഴത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങൾ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, മരണത്തിൽ നിന്നും മരണയില്ലായ്മയിലേക്ക് ആനയിക്കുന്ന ഞങ്ങൾ നിന്നോട് ജീവിത പൂർണ്ണതയിലേക്ക് ഇവർ വളരുമാറാകട്ടെ. ഐശ്വര്യകാലത്ത് അങ്ങയെ വിസ്മരിക്കാതിരിക്കാനും ക്ലേശങ്ങളിൽ അങ്ങയിൽ ആശ്രയം വയ്ക്കുവാനും ഇവർ ശക്തരാകട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷികളായി ജീവിച്ച് മരണശേഷം നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്ന ഇവരുടെ ജീവിതയാത്രയിൽ നീ എന്നും തുണയായിരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പരിശുദ്ധാത്മാവിനാൽ പൂജിതരായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായിക്ക് സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരരെ, വിശുദ്ധാത്മാവിന്റെ കൃപാവര പൂർണ്ണതയാൽ കാർമികൻ നിങ്ങളെ മുദ്രിതരാക്കാൻ തുടങ്ങുകയും അതിനൊരുക്കമായ അദ്ദേഹം തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഭക്തിയോടെ കരങ്ങൾ കൂപ്പി നിന്ന് ഈ പ്രാർത്ഥനയിൽ മൗനമായി പങ്കുചേരും. കർത്താവേശനായ ദൈവമേ, ശ്രീമാരുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തിയ അങ്ങയുടെ അനന്തകാരണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ശ്രീമാരുടെയും അവരുടെ ചിന്താമിയുടെയും കൈവപ്പോഴി പരിശുദ്ധാത്മാവിന്റെ നാമം ഇന്നും സഭയിൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവ്യദാനം അങ്ങയുടെ ദാസർക്ക് നൽകുന്നതിന് എളിവനായ എന്നെയും യോഗ്യനാക്കണമേ. മാമോദീസയുടെയും പുതിയവും മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവനുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനായി ദാസരെ മുദ്രിതരാക്കണമേ. ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരമലയാളിയും സഭയുടെ വിശുദ്ധ ദാസരുമായി ജീവിക്കുവാൻ ഇവരെ ശക്തരാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഇവരിൽ നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഓ പാവനാത്മാവേ, പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എന്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എന്റെ ഹൃത്തിൽ
ഇന്നു നീ നിറയ്ക്കണേ. കർത്താവായ ദൈവമേ, ഈ ദാസൻ സ്വീകരിച്ച ജീവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിന്റെ കൃപാവര പൂർണ്ണതയും ഇവർ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവയവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് ഈ ദാസനെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ ജീവപരിമളം ജീവിതത്തിലുടനീളം പ്രസരിപ്പിക്കുവാൻ ഇവർക്ക് ഇടയാവുകയും ചെയ്യട്ടെ. കാഴ്ചയേകാം ദൈവമേ, ജീവിതം ബലിയായി എന്നെയും എൻ സർവവും നിൻ തിരുബലിയിൽ. കാഴ്ചയേകാം ദൈവമേ, ജീവിതം ബലിയായി എന്നെയും എൻ സർവവും